ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷാംഗങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നു. അസാധാരണമായ സാഹചര്യമായിരുന്നു നിയമസഭയിൽ ഉണ്ടായത്. വാച്ചാൻപാടും പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. വാച്ചാൻപാട് ബലം പ്രയോഗിച്ചു. പ്രതിപക്ഷം ഉയർത്തിയ ബാനറുകൾ അത് വാച്ചാൻപാട് ബലം പ്രയോഗിച്ചവിടെ നിന്ന് നീക്കി. ഒരു ഏറ്റുമുട്ടൽ സ്വഭാവം അവിടെ ഉണ്ടായി. സാധാരണ നിലയിൽ സഭയിൽ അങ്ങനെ കാണുന്നതല്ല. സ്പീക്കർ തന്നെ പറയുന്നുണ്ടായിരുന്നു വിട്ടേക്കൂ എന്ന് വാച്ചാൻപാടിനോട് പിന്നീട് നിർദ്ദേശം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പ്രശാന്ത് കൃഷ്ണോട് പ്രശാന്ത്, സഭ ബഹിഷ്കരിച്ചിരിക്കുകയല്ലേ പ്രതിപക്ഷം? രതീഷ്, പ്രതിപക്ഷം ഇപ്പോൾ സഭ വിട്ടിറങ്ങിയിരിക്കുന്നു, സഭ ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ നിയമസഭയ്ക്ക് അകത്ത് ഒരു നടപടികളുമായി ഇന്നിപ്പോൾ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ വാച്ചാൻപാടാണ് പ്രകോപിച്ചതെന്ന വിമർശനം ഉന്നയിച്ചു. ബാനർ പിടിച്ചു വാങ്ങി പ്രകോപിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തോട് ചെയ്തത് എന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. കേരളം ഇതെല്ലാം ഞെട്ടലോടെ കാണുന്നു. മാത്രമല്ല, അപ്പോൾ സ്പീക്കറുടെ മുഖം മറച്ചു, സ്പീക്കറെ അന്ധനാക്കി എന്ന വിമർശനമാണ് സ്പീക്കർ ഉന്നയിച്ചത്. അപ്പോൾ ഇതൊന്നും ഒട്ടും നീതീകരിക്കാനാകാത്ത അങ്ങേയറ്റത്തേക്കുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് സ്പീക്കർ വിമർശിച്ചു. അതേസമയം തന്നെ സ്പീക്കറുടെ ഡയസിൽ കയറുന്നത് നിയമസഭയ്ക്കകത്ത് മുൻപും ഉണ്ടായിട്ടുള്ള കാര്യമാണെന്ന് വി.ഡി. സതീശൻ അതിന് മറുപടിയായി പറഞ്ഞു. എന്തായാലും ഇതിനെല്ലാം ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇന്നത്തെ നിയമസഭാ നടപടികൾ സഹകരിക്കാതെ ബഹിഷ്കരണം പ്രഖ്യാപിച്ച് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും അതിനുശേഷം സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രസംഗം തുടരുകയാണ്. നിയമമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകേണ്ട കോടതിയിലാണെന്നുമുള്ള ഇതിൻ്റെ മറ്റു വശങ്ങൾ നിയമമന്ത്രി പറഞ്ഞതൊന്നും തന്നെ പ്രതിപക്ഷ നേതാവ് കേട്ടില്ല എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷകൾ വരുന്നത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലാണ്. അതായത് ഈ അന്വേഷണം പ്രഖ്യാപിച്ച് നടന്നത് ദേവസ്വം ബെഞ്ചാണ്. ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വരുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചാണ്. ആ ബെഞ്ചിന് മുൻപാകെയാണ് ഈ ജാമ്യാപേക്ഷ വരുന്നത്. ആ കോടതി ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച ബെഞ്ച് ആണ് ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ആ കോടതി ചില അഭിപ്രായം വീഡിയോ സ്ട്രീമിംഗ് വരികയാണ്. അതായത് നേരത്തെയുള്ള സഭാ നടപടികൾ, ആ നടപടികൾ ഇപ്പോൾ നിയമസഭയിൽ നിന്ന് വരികയാണ്. രാവിലത്തെ നടപടികളാണ് നമ്മൾ വിഭാഗത്തിൽ കാണുന്നത്. സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറിയ രീതി ശരിയായില്ല. ജനാധിപത്യത്തിനെ കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട മര്യാദയാണ്. വാച്ചാൻപാട് ഒന്നും ചെയ്തിട്ടില്ല. വാച്ചാൻപാടിനോട് സ്പീക്കർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. യെസ്, മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ. യെസ് ബഹുമാനപ്പെട്ട